ഇനി ഇതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് കിട്ടുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഒരുപാട് പ്രൗഡ് തോന്നിക്കുന്നതുമായ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു അടിപൊളി ന്യൂസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും ഉറപ്പിക്കും നിങ്ങൾക്കൊരു യൂട്യൂബർ ആയാലും മതിയെന്ന്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ ക്രിയേറ്റർ എക്കണോമി ബിൽ 2026 പാസ്സായിരിക്കുകയാണ് രാജ്യസഭയിൽ. അതായത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ, ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് ആൻഡ് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ഹാവ് എ ലീഗൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നവർക്കും ഈ യൂട്യൂബേഴ്സിനും ഒക്കെ ഒരു ലീഗൽ ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ചെയ്യുന്നത്, ഓ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, ഞാൻ യൂട്യൂബറാണ്, ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരും എന്താ വിചാരിക്കുന്നത്, ഓ ഇവനൊരു പണിയുമേ ഇല്ല, ഇവൻ രാവിലെ ഒരു ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങും, തേരാപ്പാറ നടക്കുകയാണ്, ഇവനൊരു പണിയുമില്ല, നമുക്ക് ഒരു വിലയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് ആളുകൾ ഇതുവരെ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഇനി മുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ലീഗൽ ഐഡന്റിറ്റി കിട്ടാൻ പോവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, ഇത് ഇനി മുതൽ ഒരു ഹോബി ആയിരിക്കത്തില്ല. പലരും ഇതിനെ ഒരു ഹോബിയായിട്ട് കാണുന്ന ആളുകളുണ്ട്, പാർട്ട് ടൈം ജോബായിട്ട് കാണുന്ന ആളുകളുണ്ട്. നമ്മൾ ഏത് രീതിയിൽ ചെയ്താലും ശരി, മറ്റുള്ളവരെ നമുക്ക് ഒരു പണിയുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി മുതൽ ഇതൊരു ഹോബിയല്ല, ഇതൊരു പ്രൊഫഷൻ ആയിരിക്കും വിത്ത് ഓൾ ദ റൈറ്റ്സ്. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പ്രൊഫഷണൽസിനെയും പോലെ തന്നെ, അതായത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതല്ലെങ്കിൽ മറ്റു പല പ്രൊഫഷണൽസിനെയും പോലെ തന്നെ ഈ കണ്ടന്റ് ക്രിയേഷനും ഇനി മുതൽ ഒരു പ്രൊഫഷൻ ആയിരിക്കും വിത്ത് ഓൾ ദ റൈറ്റ്സ് ആൻഡ് വിത്ത് എ ലീഗൽ ഐഡന്റിറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതുവരെ ഈ യൂട്യൂബേഴ്സിന് അതല്ലെങ്കിൽ മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആരും ഒരു വിലയും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നിയമത്തോടു കൂടി നമുക്കും വില കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരുപാട് പ്രൗഡ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്രിയേറ്റർ എക്കോണമിയിൽ, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാരണം മാത്രം ഇന്ത്യക്ക് കിട്ടുന്ന എക്കോണമിയിൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ ഒരു ഗ്രോത്ത്, ഒരു ഇൻക്രിമെൻറ്റ് ഇപ്പോൾ ഓരോ വർഷവും സംഭവിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് 25% ഗ്രോത്ത് ഓരോ വർഷവും ഈ ക്രിയേറ്റർ എക്കോണമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കൺസ്യൂമർ പർച്ചേസിൻ്റെ 30% പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കണ്ട് അവരിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അയാളുടെ വീഡിയോയിലൂടെ ഇതേപോലെ ഒരു മൈക്കിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ മൈക്കിൻ്റെ 30% സെയിൽസും പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കണ്ട് അവരിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർ പലതരത്തിലുള്ള പ്രോഡക്ട്സും അവരുടെ വീഡിയോയിലൂടെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ യൂട്യൂബിൽ ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, നമുക്ക് പ്രോഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഉള്ളതാണ്. അപ്പോൾ ഈ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലുള്ള പല ക്രിയേറ്റേഴ്സിനെയും കണ്ട് അവരിൽ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്ന കൺസ്യൂമർ പർച്ചേസിൻ്റെ 30% ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഈ ഒരു തീരുമാനമെടുത്ത് നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു ലീഗൽ ഐഡന്റിറ്റി തന്ന് നമ്മളൊരു പ്രൊഫഷണലായി അംഗീകരിച്ച് എല്ലാ റൈറ്റ്സുകളും തരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് കിട്ടുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു ലീഗൽ ഐഡന്റിറ്റി കിട്ടുകയാണ്. 2, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ്, അവർക്ക് വേണ്ടിയുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, അതുപോലെ മറ്റു പല ബെനിഫിറ്റ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം ഗവൺമെൻറ് ഇപ്പോൾ റെഡിയാക്കാൻ പോവുകയാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ലീഗലായി തന്നെ ആയിരിക്കും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആരുടെയും ഒരു പ്രൊമോഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അവർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡിലേ ആക്കുകയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി ഇനി നടക്കത്തില്ല. ഇതുവരെ നടക്കുമായിരുന്നു, കാരണം എല്ലാ കാര്യങ്ങളും ഒരു തമാശയായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് തമാശയായിരിക്കത്തില്ല, എല്ലാ കാര്യങ്ങളും ലീഗലായി തന്നെ നടക്കും. ഗവൺമെൻറ്റിനും ഇതിന് മുകളിൽ ഒരു കണ്ണുണ്ടായിരിക്കും. അവർക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് തരാതിരിക്കാനോ ഡിലേ ആക്കാനോ പറ്റത്തില്ല, അവർക്ക് തന്നേ പറ്റത്തുള്ളൂ. അതിനുള്ള ഒരു സംവിധാനവും ഇതിനുള്ളിൽ തന്നെ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഒരു ഫോം ഫില്ലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഒക്കുപ്പേഷൻ്റെ സ്ഥലത്ത് ഒന്നെങ്കിൽ സാലറീഡ് അല്ലെങ്കിൽ ബിസിനസ്മാൻ, നമ്മളവിടെ ചെന്ന് പറയുകയാണ് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്.
അവർ പറയും എന്തോന്ന് കണ്ടന്റ് ക്രിയേറ്റർ പോടേ എന്ന് പറയും. പക്ഷേ ഇനി മുതൽ അങ്ങനെ ഉണ്ടാവത്തില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളൊരു ബാങ്ക് ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ്. ബാങ്ക് ലോൺ കിട്ടത്തതേ ഇല്ല, അത് വേറൊരു കാര്യം. ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി നമ്മൾ ഏത് ഫോം ഫില്ലപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒന്നെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ, ഇത് രണ്ടിൽ ഒന്ന് ഫില്ലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ബാങ്ക് ലോണിനും ഇനി മുതൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാവും, കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഇനി മുതൽ സ്കൂളുകളിലും കോളേജുകളിലും ഈ കണ്ടന്റ് ക്രിയേഷൻ, അതായത് വീഡിയോ ക്രിയേഷൻ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. പക്ഷേ ഇതും ഈ ഗവൺമെന്റിന്റെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ഒരു തെളിവായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പുതിയ നിയമം ഇപ്പോൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു ലീഗൽ ഐഡന്റിറ്റി കൊടുക്കുകയാണ്. അവർ ചെയ്യുന്ന ജോലിയെ ജോലിയായി അംഗീകരിച്ച് അതിനെ ഒരു പ്രൊഫഷനായി അംഗീകരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ ബെനിഫിറ്റ്സുകളും ഇനി മുതൽ ഗവൺമെന്റ് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു നിയമം എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.